നിഗൂഢമായ എന്തോ ഒന്ന് കൊളുത്തി വലിക്കുന്നുണ്ട് ആ താഴ്വരയിൽ. ഒറ്റനോട്ടത്തിൽ ശാന്തമായ താഴ്വാരം, ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധനും മകളും, അവിടേക്ക് അവിചാരിതമായി 2 സമയങ്ങളിൽ വന്നെത്തുന്ന അപരിചിതരായ 2 പേർ. അവരെ ബന്ധിപ്പിക്കുന്നത് ചോരയാണ്. അതിൽ ചതിയുടെ ഭൂതകാലമുണ്ട്, പ്രതികാരത്തിന് വേണ്ടി മാറ്റിവെച്ച ജീവിതമുണ്ട്, രക്ഷപ്പെടാനുള്ള ഇരയുടെ ശ്രമമുണ്ട്. മനുഷ്യബന്ധങ്ങൾ ഭ്രാന്ത് പിടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന അപൂർവ ചിത്രമാണത്. ഭരതന്റെയും MTയുടെയും താഴ്വാരം. കഥയുടെ ലാൻഡ്സ്കേപ്പിനെ ഭരതൻ ഒരു കോട്ടവും വരാതെ ഒരു പണമിട മുന്നിൽ നിൽക്കത്തക്ക വിധം വേണുവിന്റെ ക്യാമറയിൽ ഒപ്പിയെടുപ്പിച്ചു. ഭരതൻ എന്ന സംവിധായകന്റെ പ്രതിഭ അടയാളപ്പെടുത്തിയതിൽ പ്രഥമ സ്ഥാനം താഴ്വാരത്തിന് നൽകണം. സാമൂഹിക പശ്ചാത്തലത്തിന്റെ തൊങ്ങലുകളൊന്നുമില്ലാതെ പകയ്ക്കും അതിജീവനത്തിനുമായി യുദ്ധം ചെയ്യുന്ന 2 പേർ. ഒരു കഥാപാത്രത്തിലും ജീവിത തുടർച്ച ബാക്കി വെക്കാത്ത കഥാന്ത്യം. മോഹൻലാൽ നായകനായി 1990 ഏപ്രിൽ 13 പുറത്തിറങ്ങിയ താഴ്വാരത്തിന്റെ രചന MT വാസുദേവൻ നായർ, നിർമ്മാണം VBK മേനോൻ, ഛായാഗ്രഹണം വേണു. മലമ്പ്രദേശത്തെ ആളുകളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ 2 കഥാപാത്രങ്ങൾ തമ്മിൽ ബുദ്ധിയും ശരീരങ്ങളും ഉപയോഗിച്ച് നടത്തുന്ന സംഘട്ടനങ്ങളുടെ ചിത്രീകരണമായിരുന്നു താഴ്വാരം. അതിലേറെ ശ്രദ്ധേയമായ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കൊല്ലാൻ അവൻ ഇനിയും ശ്രമിക്കും, ചാവാതിരിക്കാൻ ഞാനും. ഒറ്റപ്പെട്ട വീടും പരിസരവും ഈ സിനിമയിൽ പറ്റിച്ചേർന്നതുപോലെ മറ്റൊരു സിനിമയിലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. ഓരോ പ്രധാന ഫ്രെയിമിലും പ്രകൃതി ഒരു കഥാപാത്രമായി വരുന്നു. പാലക്കാട് അട്ടപ്പാടിയിലാണ് പ്രകൃതിയെ കഥകിണങ്ങും വിധത്തിലുള്ള ചാരുതകളോടെ ചിത്രീകരിച്ചത്. ഒറ്റപ്പെട്ട ഒരു വീട്, സമീപത്തെങ്ങും മറ്റു വീടുകളില്ല. ആ വീട്ടിൽ 2 പേർ മാത്രം ജീവിക്കുന്നു. സമൂഹവുമായി അധികം ബന്ധമൊന്നുമില്ലാത്തവരുടെ ജീവിതത്തിൽ 2 അപരിചിതരെത്തുന്നു. രാജു എന്ന രാഘവനും അയാളെ തേടി ബാലനും. രാജുവിനെ കൊല്ലാനാണ് ബാലൻ വന്നിരിക്കുന്നത്. അയാളുടെ ഉള്ളിൽ പ്രതികാരം ആളുന്നുണ്ട്. തനിക്കെല്ലാം നഷ്ടമാക്കിയവനെ ഇല്ലാതാക്കിയേ അടങ്ങൂ എന്ന ഭാവം. രാജു ആകട്ടെ എങ്ങനെയും ബാലനെ കൊലപ്പെടുത്തി രക്ഷപ്പെടാനാണ് ശ്രമം. ബാലനായി മോഹൻലാലും രാജുവായി സലീം ഖൗസും നിറഞ്ഞു നിന്ന താഴ്വാരത്തിൽ ജോൺസന്റെ പശ്ചാത്തല സംഗീതം സിനിമയെ ഉദ്വേഗഭരിതമാക്കി തീർത്തു. രാജുവിന്റെ കൊടിയ ഭൂതകാലമാകെ മുങ്ങിക്കിടക്കുന്ന കണ്ണുകളായിരുന്നു സലീം ഖൗസ് എന്ന നടന്റേതെന്ന് മലയാള സിനിമാ ലോകം പിന്നീട് പറഞ്ഞു. കൊച്ചുകുട്ടിയായി സുമലത, നാണുവായി ശങ്കരാടി, ബാലന്റെ ഭാര്യയായി പഴയ ബാലനടി അഞ്ജു, ബാലന്റെ അച്ഛനായി ബാലൻ കെ നായർ. അഞ്ജു ആദ്യമായി നായികാവേഷത്തിലെത്തിയ സിനിമ ഇതായിരുന്നു. കൈതപ്രം രചിച്ച് യേശുദാസ് പാടിയ കണ്ണെത്താ ദൂരം മറുതീരം എന്ന ഗാനത്തിന് ഭരതനാണ് സംഗീതം നൽകിയത്. ഒറ്റപ്പെട്ട ഒരു വീടും പ്രത്യേകതയുള്ള ഭൂമികയും തേടി MTയും ഭരതനും നിർമ്മാതാവും ഏറെ അലഞ്ഞു. അട്ടപ്പാടി ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിച്ച് വാഷ് ബേസിനിൽ കൈകഴുകി ഭരതൻ തിരിഞ്ഞു നോക്കുമ്പോഴാണത്രേ താഴ്വാരത്തിന്റെ ലൊക്കേഷൻ കണ്ണിൽപ്പെട്ടത്. മറ്റൊരു കാഴ്ചയോ മറ്റൊരു ചിന്തയോ മനസ്സിൽ ഇടം പിടിക്കും മുൻപ് ഭരതൻ പറഞ്ഞു, ഇതാണ് താഴ്വാരത്തിന്റെ ലൊക്കേഷൻ എന്ന്. ഭരതൻ എന്ന സംവിധായകന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി താഴ്വാരത്തെ വിലയിരുത്താം. കണ്ണെത്താ ദൂരെ മറുതീരം എന്ന വരിയുടെ മായികമായ അർത്ഥതലവും ഈണവും താഴ്വാരം എന്ന സിനിമയുടെ മുഴുവൻ അനുഭവത്തെയും ആവാഹിക്കുന്നുമുണ്ട്. ക്ലിന്റ് ഈസ്റ്റ്വുഡ് ചിത്രങ്ങളിലെ ഛായാഗ്രഹണ രീതിയാണ് വേണു ഈ സിനിമയിൽ പരീക്ഷിച്ചത്. ഒരൊറ്റപ്പെട്ട വീടും നേരത്തെ പറഞ്ഞതുപോലെ മൂകത തളം കെട്ടി നിൽക്കുന്ന പരിസരവും. കൊടുങ്കാറ്റ് കുലച്ച നെഞ്ചുമായി കരിമ്പടവും പുതച്ച് മലയിറങ്ങി വന്ന ഒരു അപരിചിതൻ നമ്മുടെയൊക്കെ മനസ്സിൽ കുടിയേറിയിട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. വർഷങ്ങളോളം ഉള്ളിൽ കെടാതെ കാത്ത പകയുടെ കൊടും കനൽ ബീഡിപ്പുകയിൽ എരിച്ചു കളഞ്ഞ് നിസ്സംഗഭാവവുമായി ഒടുവിൽ അയാൾ തിരികെ മലകയറി മറയുമ്പോൾ മലയാളത്തിന് ലഭിച്ചത് എക്കാലത്തെയും മികച്ചൊരു ക്ലാസിക്. വരണ്ട ഭൂപ്രകൃതി, കൊത്തിവലിക്കാൻ ശവങ്ങൾ തേടി അലയുന്ന കഴുകന്മാർ. വെറും 5 കഥാപാത്രങ്ങളെ മാത്രം ഫ്രെയിമിൽ നിർത്തി രചനയിൽ MT വാസുദേവൻ നായരുടെ അസാമാന്യമായ കൈയടക്കം. കൊല്ലാനും കൊല്ലപ്പെടാതിരിക്കാനും ശ്രമിക്കുന്ന 2 പേരെ ആദ്യന്തം പിന്തുടരുന്ന മരണത്തിന്റെ അദൃശ്യ സാന്നിധ്യം ഓരോ നിമിഷവും പ്രേക്ഷകനെ അനുഭവിപ്പിക്കുന്ന ഭരതൻ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാന്റെ അനുപമമായ മേക്കിംഗ്. ഭാവാവിഷ്കാരത്തിന്റെയും സൂക്ഷ്മ അഭിനയത്തിന്റെയും അഗാധ തലങ്ങൾ തൊടുന്ന മോഹൻലാലിന്റെ അവിസ്മരണീയ പ്രകടനം. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന, ഇനിയൊരിക്കൽ കൂടി സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു പ്രതിഭാസമാണ് താഴ്വാരം. താഴ്വാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ക്ലൈമാക്സ് ആദ്യമേ തന്നെ പ്രേക്ഷകനോട് വെളിവാക്കുന്നു എന്നുള്ളതാണ്. ക്ലൈമാക്സിലേക്ക് എത്താനുള്ള വഴികളാണ് പ്രേക്ഷകനെ ഉദ്വേഗപൂർവ്വത്തിലെത്തിക്കുന്നത്. മൗനം, ഏതു നിമിഷവും സംഭവിക്കുന്ന മരണം, കൊല്ലാൻ അവനും ചാവാതിരിക്കാൻ ഞാനും. തിരക്കഥ വായിക്കുമ്പോൾ തന്നെ ഭരതൻ ദൃശ്യങ്ങൾ അതേപടി മനസ്സിൽ കണ്ടുവെന്ന് MT പറഞ്ഞിട്ടുണ്ട്. ബാലൻ ഒരു സായന്തനത്തിൽ അടിവാരത്ത് ഒരു ലോറിയിൽ എത്തിച്ചേരുന്ന രംഗം വിവരിച്ച കഥ അത് കേട്ടിരുന്ന ഭരതൻ പറഞ്ഞു അത്രേ, അപ്പോൾ അവിടെ നേരിയ തോതിൽ ഇരുൾ വീണിരിക്കും. അകലെ ഒരു മാടക്കടയിൽ മഞ്ഞ നിറത്തിൽ വിളക്കെരിയും. ഫ്രെയിമിൽ ആ മഞ്ഞ നിറത്തിന്റെ പകർച്ച. ജനമനസ്സുകളിൽ പകയുടെയും പ്രതികാരത്തിന്റെയും ഇതിഹാസമായി താഴ്വാരം എന്നെന്നും നിലനിൽക്കുന്നു.